ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞായറാഴ്ച ആയിട്ട് എല്ലാവർക്കും ലീവാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ ബിരിയാണി വെക്കാം. ഇതിനാവശ്യമായ സാധനങ്ങളാണ്. ഇതൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, ഇറച്ചിയിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇതിന് ഫ്രിഡ്ജിൽ വെക്കാം. ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇനി ആദ്യമായി കുറച്ച് പട്ട, കുരുമുളക്, ജീരകം ഇതിലേക്ക് കൊട്ടിട്ട്, അടുത്തത് പച്ചമുളക് ഞെട്ടികളെല്ലാം പിന്നെ അടുത്തത് ഉള്ളി, ഇഞ്ചെണ്ണം ചെറുതായി അരിഞ്ഞത്. തൊട്ടടുപ്പിൽ വെള്ളം വെക്കാം. അപ്പോൾ അത് വേകുന്നതിനും വെള്ളം നല്ലപോലെ ചൂടായി കിട്ടും. ഉള്ളി ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഉള്ളി ബ്രൗൺ കളറായിരുന്നു. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ഇടും. 2 സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി പിന്നെ കുറച്ച് പുതിന, കുറച്ച് മല്ലിയില നല്ലതുപോലെ അടച്ചു വെക്കാം. തക്കാളി വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കിയ ശേഷം ഇതിലേക്ക് ചിക്കന് മുളക് തേച്ച് വെച്ചത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ മൂടി വെക്കാം. തൈര് ഒഴിച്ചത് ചിക്കൻ വെന്ത് പൊടിയാതിരിക്കാനാണ് കേട്ടോ. ഇനി അരിയിൽ വെള്ളം ഒഴിച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് അരി കുതിരണം. ഇറച്ചി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളമാണ് അളവ് കേട്ടോ. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് പുതിനയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. ഇനി വാര വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചു. ഇനി അരിയെ ഇതിലേക്ക് കൊട്ടിക്കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. മൂടി വെക്കാം. 2 ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തിളച്ച് തുടങ്ങി. അരി പൊടിയാതിരിക്കാനാണ് കേട്ടോ. ഇനി കുറച്ച് തൈര് ചട്നിക്ക് തൈരുണ്ടാക്കാം.
നമ്മുടെ തൈര് ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി വെന്ത് തുടങ്ങിയിട്ടോ. ഇളക്കി കൊടുക്കും. ബിരിയാണി ദമ്മിടാനായിട്ടോ. ഇനി കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇനി കുറച്ച് പുതിനയും മല്ലിയിലും ഇടാം. ഇങ്ങനെ പാലക്കാടൻ ബിരിയാണി റെഡിയായി. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ദമ്മിടാം. ബിരിയാണി ദമ്മിട്ട് കഴിഞ്ഞു. ഇനി അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. ബിരിയാണി ദമ്മിൽ നിന്ന് എടുത്ത് നോക്കാം. പക്ഷേ സൂക്ഷിച്ച് വേണം കേട്ടോ. വാവ്, സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയായി. വേവെല്ലാം പാകത്തിനായിട്ടുണ്ട്. അങ്ങനെ പാലക്കാടൻ ദം ബിരിയാണി റെഡി.